ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 10ാം ക്ലാസ് ഹിന്ദിയിലെ ദില്ലി മേ ഉനിന്ദ എന്ന് പറയുന്ന പാഠമാണ്. അത് എഴുതിയത് ഗഗൻ ഗിൽ എന്ന് പറയുന്ന റൈറ്ററാണ്. ഇതൊരു സംസ്മരണമാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് 2-3 കാര്യങ്ങൾ പറയാം. പാഠത്തിൻ്റെ പേര് ദില്ലി മേ ഉനിന്ദ, റൈറ്റർ ഗഗൻ ഗില്ലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് കിസ് വിതാക്കി രചനാഹ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു സംസ്മരണമാണ്, അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പാണ്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു, ലേഖികനെ കണ്ടു. അപ്പോൾ കുറച്ച് കിതാബും വാങ്ങിക്കൊണ്ട് ലേഖിക പുറത്തിറങ്ങുമ്പോൾ ഒരു ഓട്ടോക്കാരനെ കണ്ടുമുട്ടുന്നു. അപ്പോൾ അയാളെക്കുറിച്ചുള്ള അയാളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ലേഖികയ്ക്കുണ്ട്. അതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അപ്പോൾ ലേഖിക റൈറ്റർ എന്താണ്, ആ ഓട്ടോക്കാരൻ്റെ അടുത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചർ കണ്ടു, അതിനകത്ത് നമുക്ക് മനസ്സിലായി ആ ഓട്ടോ എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ ഒരു വീടാണ്, അല്ലെങ്കിൽ അയാൾ താമസിക്കുന്നത് ആ ഓട്ടോയിൽ തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് ജോലി എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോ ഓടിക്കുകയാണ്, അതും അവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ ആ ഓട്ടോയുടെ മുകളിലും താഴേക്കായിട്ട് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ലാസ്റ്റ് നമ്മൾ നോക്കിയത് എന്താണ്, ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. 53ാമത്തെ പേജിലാണ്. ആപ്കാ മത്ലബ് ഹെ ആപ് തബ് സെ സടക് പർ ഹി ഹെ. ഓക്കെ, അതായത് നിങ്ങൾ പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ആദ്യത്തെ വീഡിയോയുടെ ബാക്കിയായിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആപ്കാ മത്ലബ് ഹെ ആപ് തബ് സെ സടക് പർ ഹി ഹെ, അതായത് എന്താണ്, താങ്കൾ അതായത് ഇവിടെ വന്നതിന് ശേഷം, അതായത് ഈ പട്ടണത്തിലെത്തിയത് 1979-ലാണ്. അതിനുശേഷം ഈ റോഡിൽ തന്നെയാണോ താങ്കൾ ജീവിതം ചെലവഴിക്കുന്നത് എന്ന് ലേഖിക ചോദിക്കുകയാണ്. ഹാ എന്ന് നമ്മുടെ ഓട്ടോക്കാരൻ മറുപടി പറയുകയാണ്. യാനി ഉസെ ബിനാ സോയെ 14 സാൽ ബീത് ഹെ. അപ്പോൾ എന്താണ് അയാൾ, പിന്നെ ലേഖിക സ്വന്തം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. യാനി ഉസെ ബിനാ സോയെ 14 സാൽ ബീത് ഗെ, അതായത് എന്താണ്, അയാൾ ഉറങ്ങാതെ 14 വർഷം കഴിഞ്ഞുപോയി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറക്കമില്ലാത്ത നഗരത്തിൽ അദ്ദേഹം എത്തിയിട്ട് 14 വർഷമായി. മേ യേ തോ ബതാ സക്തി ഹൂം കി വോ ഗരീബ് ഹെ. അപ്പോൾ ലേഖികയ്ക്ക് അയാളുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ഒരു കാര്യം പറയാൻ സാധിക്കും, എന്താണ്, വോ ഗരീബ്, എന്താണ്, വളരെ പട്ടിണിയൊക്കെ ഫേസ് ചെയ്യുന്ന, വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഓട്ടോക്കാരനെന്ന് ലേഖികയ്ക്ക് മനസ്സിലായി. കി ഉസ്കെ പാസ് പൂരെ കപ്പടേ നഹി ഹെ കി വോ കിസി ബി ഐസെ വ്യക്തി ജൈസെ ലഗ്താ ഹെ ജോ ഫാക്കെ കാ അഭ്യസ്ത് ഹോ. ഓക്കെ, അതായത് എന്താണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ലൊരു ഡ്രസ്സ് എന്ന് പറയുന്നില്ല, കീറി പറഞ്ഞ ഡ്രസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഇനി ഫാക്കേക്ക അഭ്യസ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി എന്നാണ്. ഓക്കെ, അയാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പട്ടിണി, ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ ലുക്കിൽ നിന്ന് മനസ്സിലാവും എന്താണ് ലേഖിക പറഞ്ഞിരിക്കുന്നത്. ലേക്കിൻ ബേഹർ തോ വോ കഹീൻസെ നെഹി ലഗ്ത. ബേഹർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടില്ലാത്തതിനെയാണ് നമ്മൾ ബേഹർ എന്ന് പറയുന്നത്. ഓക്കെ, ഹർ എന്ന് വെച്ചാൽ വീട്, അതിൻ്റെ പുറകിൽ നമ്മൾ ബേഘർ എന്ന് കൂടി ആഡ് ചെയ്യുന്നു. ബേ എന്ന് പറയുന്ന ഒരു വേർഡ് കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ അതായത് വീടില്ലാത്ത ഒരവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണത്. ലേക്കിൻ ബേഹർ തോ വോ കഹീസെ നെഹി ലഗ്ത. അപ്പോൾ ഒരു രീതിയിൽ നോക്കുമ്പോഴെന്താണ്, ബേഹർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അയാളുടെ വീട് എന്ന് പറയുന്ന ഓട്ടോയാണ്, ഓട്ടോയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ലേഖി അങ്ങനെ പറഞ്ഞത്. വീടില്ലാത്ത ആളെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം ഒരു സഞ്ചരിക്കുന്ന വീട് അദ്ദേഹത്തിന് ഉണ്ട്. കാരണം നമ്മളിപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒത്തിരി ആളുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നവരുണ്ട്. അവരെന്താണ്, സ്വന്തം വാഹനം തന്നെ വീടാക്കി മാറ്റുന്ന, അങ്ങനെ ഒത്തിരി ആളുകളെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പല സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നവർ, വ്ലോഗ് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ എന്താണ്, ഒരു സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി ഒരു വീട് പോലെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ആപ്കാ മത്ലബ് ആപ് ഈസ് 3 ഫീറ്റ് ലംബി പിച്ച്ലി സീറ്റ് പർ സോത്തെ ഹെ. ഇനി നമ്മുടെ ലേഖി അടുത്തായിട്ട് ചോദിക്കുകയാണ്, ആപ്കാ മത്ലബ്, താങ്കൾ ഉദ്ദേശിക്കുന്നത്, ആപ് ഈസ് 3 ഫീറ്റ് ലംബി പിച്ച്ലി സീറ്റ് പർ സോത്തെ ഹെ, അതായത് 3 ഫീറ്റ് നീളമുള്ള ഈ സീറ്റിലാണോ, 3 അടി നീളമുള്ള ഈ സീറ്റിലാണോ താങ്കൾ ഉറങ്ങുന്നതെന്ന് ലേഖിക ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ റിക്ഷാവാല പറയുകയാണ്, ഹാ അവർ ആപ്കി ചീസ്, അപ്പോൾ താങ്കളുടെ സാധനങ്ങളോ, ഉൻപർ ആപ് ബൈഠി ഹെ, അതിലാണ് നിങ്ങളിരിക്കുന്നതെന്ന് നമ്മുടെ ഓട്ടോക്കാരൻ പറയുകയാണ്. ഇനി അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. വോ ബത്താത്ത ഹെ കി ജിസ് സീറ്റ് പർ മേം ബൈഠി ഹും ഉസ്കെ നീച്ചെ ഉസ്കാ ബക്സാ ഹെ. അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നത് എന്താണ്, ജിസ് സീറ്റ് പർ മേം ബൈഠി ഹും, മേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേഖിക ഏത് സീറ്റിലാണോ ഇരിക്കുന്നത് അതിൻ്റെ താഴെ എന്താണ്, ഉസ്കാ ബക്സാ ഹെ. ബക്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് എന്നാണ്.
റിക്ഷാക്കാരൻ്റെ ഒരു ബോക്സ് അവിടെയുണ്ട്. ജിസ്മേ ഏക് കമ്പൽ ഹെ, അതിലെന്തൊക്കെയുണ്ട്? ഏക് കമ്പൽ, കമ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിളി. ഏക് ജോഡി കപ്പടേ ഹെ, ഒരു ജോഡി വസ്ത്രമുണ്ട്. ഓർ ഏക് കട്ടോര ഹെ, കട്ടോര എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാത്രം എന്നാണ്, ബൗൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ചെറിയ പാത്രം. ഓക്കെ, കട്ടോര പാനി പീനേക്കെ കാമ്പി ആത്താ ഹെ ഓർ ഖാന രക്കനേക്കെ ബി, അതായത് കട്ടോരയിൽ എന്താണ് ഒന്നുകിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക, അതുപോലെ തന്നെ എന്താണ് ആഹാരം കഴിക്കുന്നത് അതേ പാത്രത്തിൽ തന്നെയാണ്. ആപ് ഖാന കഹാം ഖാത്തേ ഹെ. ഇനി അടുത്തതായിട്ട് ലേഖികയ്ക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, ഇയാളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ലേഖികയ്ക്ക് ഉണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, ആപ് ഖാന കഹാം ഖാത്തേ ഹെ, നിങ്ങൾ എവിടെയാണ് ആഹാരം കഴിക്കുന്നത്? കിസി ബി ഡാബേമേ, ഡാബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റെസ്റ്റോറൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയ തട്ടുകട പോലെയുള്ള നോർത്തിലേക്കുള്ളതിനെയാണ് നമ്മൾ ഡാബ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു ഡാബേമേം അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. ഓർ ബാത്റൂം കേലിയെ, അപ്പോൾ അടുത്തതായിട്ട് ലേഖിക ചോദിക്കുകയാണ്, അപ്പോൾ ബാത്റൂം ടോയ്ലറ്റിനൊക്കെ എന്താണ് ചെയ്യുന്നത്? പബ്ലിക് ശൗചാലയ, പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്, അത് ഉപയോഗിക്കും. നഹാമേ കബീബി ലേത്താഹും, ഇനി കുളിക്കണ കാര്യമാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കുളിക്കാം. കാരണം സടക്കെ കിനാരെ കിസിബി നൽപർ, റോഡ് സൈഡുകളിൽ എന്താണ് ഒത്തിരി ടാപ്പുകളുണ്ട്, അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് കുളിക്കും. അക്സർ പഞ്ച് കുയ്യവും റോഡ് പർ നഹാത്ത ഹും. ഓക്കെ, പഞ്ച് കുയ്യാം എന്ന് പറയുന്ന റോഡിലാണ് മിക്കവാറും കുളിക്കാറുള്ളത്. ഇത്വാർ കെ ദിൻ, അതായത് ഞായറാഴ്ച ദിവസം. വോ ജഗ ടീക്ക്, ആ സ്ഥലം വളരെ ഉചിതമാണ്. വഹാ മാരേജസ് കയ്യിലോ ആത്തേ, അവിടെ എന്താണ് എന്നെപ്പോലെ ഒത്തിരി ആളുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഒരു റിക്ഷാക്കാരനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നുള്ളൂ, പക്ഷേ ഇദ്ദേഹത്തെ പോലെ എന്താണ് ഒത്തിരി ആളുകൾ ആ ടൗണിലുണ്ട്, അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇദ്ദേഹത്തെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇതുപോലെ തന്നെ ജീവിക്കുന്ന ഒത്തിരി ആളുകൾ ആ ടൗണിൽ ഉണ്ട്. ഓക്കെ, മേരാ ഹർ ആ ഗയാ ഹെ. ഓക്കെ, അപ്പോൾ അപ്പോഴത്തേനും എന്താണ് നമ്മുടെ ഓട്ടോ പോയി ലേഖിയുടെ വീടിനടുത്തെത്തി. ഉസ്കാ മീറ്റർ देखती हूँ तो शक होता है कि रास्ते में कहीं अड़क तो नहीं गया था. അപ്പോൾ എന്താണ് നമ്മൾ ഓട്ടോറിക്ഷയിൽ അവിടെ കൊണ്ടുവന്ന് വിട്ടു. അപ്പം എന്താണ് അയാളുടെ മീറ്ററിലേക്ക് നോക്കി, മീറ്റർ ഉണ്ടായിരുന്നു ഓട്ടോയിൽ, അപ്പോൾ മീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് ലേഖിക്ക് തന്നെ ഡൗട്ട് തോന്നി. എന്താണ് അത് അത്ര കുറഞ്ഞ റീഡിംഗ് ആയിരിക്കും അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ലേഖികയ്ക്ക് തോന്നി ഇടയ്ക്ക് ഈ മീറ്റർ അങ്ങ് നിന്ന് പോയായിരുന്നോ എന്നൊരു ഡൗട്ട് നമ്മുടെ ലേഖികയ്ക്ക് തോന്നി. ഷക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് എന്നാണ്. മേരാ ഹർ ആ ഗയാ ഹെ ഉസ്കാ മീറ്റർ ദേഖ്തി ഹൂം തോ ഷക്ക് ഹോത്താ ഹെ. അപ്പോൾ എൻ്റെ മീറ്ററിൽ നോക്കുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. കി രാസ്തേമേ കഹി അടക് തോ നഹി ഗയാ ദ. അടക്കന എന്ന് വെച്ചാൽ രുക്കന അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. രുക്കന, നിൽക്കുക. അപ്പോൾ എന്താണ് ആ വഴിയിൽ വെച്ച് എവിടെയെങ്കിലും ആ മീറ്റർ നിന്ന് പോയോ എന്ന് ലേഖികയ്ക്ക് തോന്നി. ഉസ്സേ പൂച്ച്തി ഹൂം ആപ്കാ മീറ്റർ ടീക്ക് തോ ഹേന. അപ്പം നമ്മുടെ ലേഖിക ചോദിക്കുകയാണ്, നിങ്ങളുടെ മീറ്റർ ഓക്കെ അല്ലേ, അത് ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ കഥാനായകൻ ഓട്ടോറിക്ഷക്കാരൻ പറയുവാണ്, വോ കഹത്താ ഹെ ജി ബിൽക്കുൽ ടീക്ക് ഹെ. അപ്പോൾ അയാൾ പറയുന്നത് എന്താണ്, ജി ബിൽക്കുൽ ടീക്ക്, അത് പൂർണ്ണമായിട്ടും ശരിയാണ്. പിछले 6 साल से 1 पैसे का ഫർക്ക് നഹി. ഫർക്ക് എന്ന് വെച്ചാൽ ഡിഫറൻസ് ആണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു പൈസയുടെ പോലും വ്യത്യാസം വരാറില്ല. ഓക്കെ, അതായത് കഴിഞ്ഞ 6 വർഷമായിട്ട് അതിലൊരു മെയിൻ്റനൻസിൻ്റെ ആവശ്യം വന്നിട്ടില്ലെന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, ഉത്തരത്തെ ഉസ്സേ പൂച്ച്തി ഹൂം സുനിയെ ക്യാ ഹം കൽ കിസി സമയം മിൽ സക്തേ ഹെ. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ലേഖിക ചോദിക്കുകയാണ്, ഉത്തരണമെന്ന് വെച്ചാൽ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ലേഖിക അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സുനിയെ ക്യാ ഹം കൽ കിസി സമയം മിൽ സക്തേ ഹെ, അതായത് കേൾക്കൂ, എന്താണ് നമ്മൾ നാളെ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് നാളെ ഒന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. ക്യോം വോ ജാന ചാത്താ ഹെ. അപ്പോൾ നമ്മുടെ റിക്ഷാക്കാരൻ ചോദിക്കുകയാണ്, ക്യോം എന്തിന്? मैं आपके बारे में सब जानना चाहती हूँ. അപ്പോൾ നമ്മുടെ റൈറ്റർ എന്താണ് പറഞ്ഞത്, മേം ആപ്കെ ബാരെ മേ സബ് ജാനാ ചാത്താ ഹൂം, ഞാൻ എന്താണ് താങ്കളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് നമ്മുടെ ലേഖിക പറഞ്ഞു. ഉസ്സേ കുച്ച് ഹോഗ, അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് നമ്മുടെ റിക്ഷാക്കാരൻ ചോദിക്കുകയാണ്. ക്യാ ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയെ കുച്ച് കരേഗി, എന്താണ് അതിനുശേഷം സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? അതായത് നമ്മുടെ റൈറ്റർ ഒരു സർക്കാർ ഓഫീസറാണെന്നാണ് പുള്ളിക്ക് ഒരുപക്ഷെ തോന്നിക്കാണും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഉസ്കെ ബാദ് സർക്കാർ മേരേലിയെ കുച്ച് കരേഗി, അതായത് എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമ്മുടെ റിക്ഷാക്കാരൻ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലേഖിക പറയുവാണ്, ഏ തോ കഹ നഹി സക്തി. അപ്പോൾ എന്താണ് ഇത് പറയാൻ സാധിക്കില്ല,
लेकिन अगर आप बात करने के लिए हाँ करें तो कम से कम आप लोगों को आपके जीवन के बारे में आम लोगों को आपके जीवन के बारे में पता चलेगा. ഓക്കെ, ഏതോ കഹ നഹി സക്തി. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, പക്ഷേ ലേക്കിൻ അഗർ ആ ബാത് കർനെ കെ ലിയെ ഹാ കരെ, അതായത് നിങ്ങൾ സംസാരിക്കാനായിട്ട് ഓക്കെ പറയുവാണെങ്കിൽ, എന്താണ് ഇയാൾ ഓക്കെ പറഞ്ഞല്ലോ, നമ്മൾ ഒരാളുടെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കണമെങ്കിൽ എന്താണ് അയാൾ സമ്മതിക്കണം. അപ്പോൾ എന്താണ് ഈ ജീവിത സാഹചര്യങ്ങൾ ഇയാളുടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലേഖി അങ്ങനെ ചോദിച്ചത്. അപ്പോൾ താങ്കൾ ഓക്കെ പറയുകയാണെങ്കിൽ तो कम से कम आम लोगों को आपके जीवन के बारे में पता चलेगा. कम से कम എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം ആം ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ആപ്കെ ജീവൻ കെ ബാരെ में പതാ ചലേഗ, അതായത് സാധാരണ ആളുകൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാവും. നിങ്ങളൊന്ന് ഓക്കെ പറയുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാവും എന്നാണ് നമ്മുടെ ലേഖിക പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് കൂടി നമുക്ക് നോക്കാം. और आपको क्या मिलेगा, അപ്പം നമ്മുടെ റിക്ഷാക്കാരൻ ചോദിക്കുകയാണ് और आपको क्या मिलेगा, അപ്പോൾ താങ്കൾക്ക് എന്ത്, ഇത് ഇങ്ങനെ ചെയ്യുന്നത് കാരണം താങ്കൾക്ക് എന്ത് കിട്ടും എന്ന് നമ്മുടെ റിക്ഷാക്കാരൻ ചോദിക്കുകയാണ്. मैं अपना काम कर रही होंगी, मैं रेडियो के लिए प्रोग्राम बना रही हूँ. അതായത് ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, കാരണം ഞാൻ റേഡിയോയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്. ഓക്കെ എന്ന് നമ്മുടെ ലേഖിക പറഞ്ഞു. അപ്പോൾ എന്താണ് ലേഖിക അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന വഴി, അപ്പോൾ നമ്മളൊരു മീഡിയയിലൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്താണ് ഒത്തിരി ആളുകൾ കാണുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ഇയാളെ കുറിച്ചൊക്കെ മറ്റുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ റിക്ഷാക്കാരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ലേഖിക അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംസ്മരണമാണ്. ഓക്കെ, ദില്ലി മേ ഉനീന്ദെ ഗഗൻ ഗിൽ എഴുതിയ സംസ്മരണമാണ്. ഓക്കെ, നമ്മൾ ബാക്കി പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ഒരു പകുതി കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു പകുതി കൂടി നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, സോ ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.